ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചുക്കുവെള്ളത്തിന് ഇത് വെച്ചിട്ടുണ്ടോ, വെള്ളം വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഏട്ടൻ രാവിലെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് പോയി. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ചായക്കടി. അപ്പോൾ നൂൽപുട്ടിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഗോതമ്പപ്പൊടി, കുറച്ച് അരിപ്പൊടി രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പൊടി ചൂടായതിനെ കൊണ്ട് കുട്ടികൾ ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ, ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഞാൻ എന്ത് പണിയാട്ടോ, അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. ഇപ്പോൾ പുട്ടായാലും നൂൽപുട്ടായാലും ഒക്കെ അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഗോതമ്പപ്പൊടീൻ്റെ കുത്തലോ കാര്യങ്ങളോ ഒന്നും വരില്ലല്ലോ, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. പിന്നെ ചായക്ക് ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കടല ഉണ്ട് കേട്ടോ, കടല വെള്ളത്തിലിട്ടുണ്ട്, അത് പുതർത്തി കണ്ടോ. കടല മിക്സ്ഡ് കടലയാണ്, രണ്ടും കൂടിയാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ കാബൂള് കടല ഉണ്ടല്ലോ, വെള്ള, അത് പിന്നെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മണിക്കടല കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി അങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പം ഇനി അത് കറി വയ്ക്കണം. അപ്പം ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ മെയിൻ കണ്ടൻറ്റായിട്ട് പിന്നെ നമ്മുടെ വേമ്പാലക്കോട്ടേൻ്റെ എണ്ണയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് അത്ര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ആ വീഡിയോസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് തേക്കണം കേട്ടോ. കാരണം എന്താണ്, ഞാനായാലും മോളായാലും ഒക്കെ തേച്ചിട്ട് മോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടി ഒഴിച്ചിലൊക്കെ കാരണം ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെ മുന്നിലേക്കൊക്കെ ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ നൂൽപുട്ട് റെഡിയാണ്. പിന്നെ നമ്മളെ ഗോതമ്പം പ്ലസ് അരിപ്പൊടി നൂൽപുട്ടാണ് കേട്ടോ, രണ്ടും കൂടി മിക്സ്ഡ് നൂൽപുട്ടാണ്. അപ്പോൾ അതാ നമ്മൾ ചായ അടിക്കാൻ പോവാണ്. കടലക്കറി സെറ്റ്. കടലക്കറി ഇതാ 2 വീതം കടലക്കറിയാണ്. 2 വീതം കടലക്കറി അല്ല, 2 വീതം കടലിട്ട് വെച്ച കറിയാണ് കേട്ടോ. ചുവന്ന കടല, അതാ മറ്റേ കാബൂൾ കടലയും കൂടെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഓക്കേ, ചായേൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, ചോറ് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറല്ല കേട്ടോ, കഞ്ഞിയാണ്. കഞ്ഞിയാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ നമ്മളിന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാനിന്ന് പിന്നെ ഇടിച്ചക്കേൻ്റെ തോരനും ചെമ്മീൻ്റെ ചമ്മന്തിയാണ് കേട്ടോ. ചെമ്മീനും മാങ്ങ സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്താണ് നമ്മളെ ഉച്ചയ്ക്കത്തെ ഫുഡ് എന്ന് പറയണത്. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്ക് കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ അത്ര പിടിക്കണ്ടാവില്ല, പക്ഷെ അവർക്ക് ചോറുണ്ട്. പിന്നെ രാവിലത്തെ കറികളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക, നമ്മളെ പഴയ കാലത്തേക്കൊന്നൊരു പിന്നെ ഒന്നുകൊണ്ട് എത്തി നോക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, ചൂടായതിനെ കൊണ്ട് നമുക്ക് ചോറിനേക്കാളും നമുക്ക് കഴിക്കാൻ സുഖം കഞ്ഞിയല്ലേ. അപ്പം അങ്ങനെ കഞ്ഞി സെറ്റ്. അപ്പോൾ ഞാൻ എന്താണ് തോരനുള്ള ചക്ക മുറിച്ചിട്ടില്ല കേട്ടോ, ചക്ക പൊട്ടിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ചക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ, ഇടിച്ചക്ക. അതങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മളിതാ ചക്ക പറിക്കാൻ വേണ്ടി ചക്കേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു മൂപ്പായിട്ടുണ്ട്, പറ്റടി ചക്കയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ മോനൂസാണ് കേട്ടോ ക്യാമറാമാന്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ചക്കയൊക്കെ പറിച്ച് പിന്നെ അങ്ങനെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ പാടത്തേക്ക് തിരുമ്പാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പിന്നെ എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയാം, അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ള പാടാണിത്. ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വരലില്ല. അപ്പോൾ ഇവിടെയാണ് ഈ കല്ലുമ്മലാണ് തുണി തിരുമ്പണത്. പിന്നെ ആ ഒരു കുളത്തുനിന്ന് പായൽ പിടിച്ച ആ ഒരു കുളം ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളം മുക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ അങ്ങനെ പായലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇപ്പോൾ ആരും ഇപ്പം അങ്ങോട്ട് അങ്ങനെ വല്ലാതെ വരലില്ല തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്താണ് വന്ന പായലും കാര്യങ്ങളൊക്കെ നീക്കിയിട്ടതിൻ്റെ ശേഷം പിന്നെ വെള്ളം മുക്കുക ചെയ്ത്. എന്നാലും വലിയ തെളിയും കാര്യം കഴിഞ്ഞിട്ട് ആ ഒരു കാണുന്ന മൂലുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ വെള്ളം മുക്കിയിട്ട് കുറച്ചുകൂടി നീക്കിയതിൻ്റെ ശേഷം എന്നാലും കുറഞ്ഞൊരു കലക്കും കാര്യങ്ങളൊക്കെ വെള്ളത്തിനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇവിടുന്ന് തിരുമ്പി പോയതിൻ്റെ ശേഷം വീട്ടിൽ വന്നിട്ട് ഒലുമ്പ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഗൈസ്, നമ്മൾ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഈ പോണ വഴിക്ക് തന്നെ ഒരു ചെറിയൊരു കുളം വാറുണ്ട് കേട്ടോ. ഇത് റിങ് പോലത്തെ ഒരു കുളം ഉണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളം എന്ന് പറഞ്ഞാലും പറ്റ മോശമായിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ പറഞ്ഞ റിങ്ങും കുളം എന്ന് പറയണത്. അപ്പോൾ
ഓക്കെ, അപ്പോൾ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതായത് ഞാൻ കഞ്ഞിയാണ് എടുത്തിട്ടുള്ളത്. മോനൂസ് അതിനൊക്കെ ചോറാണ് തിന്നണത്. അവർക്ക് കഞ്ഞിന്ന് കേൾക്കുമ്പോഴത്തേക്കിനൊക്കെ അവർക്ക് പറ്റൂല, ഭ്രാന്തളകും. അപ്പോൾ പിന്നെ ഞാൻ കഞ്ഞി കുടിച്ചിട്ടോ. കഞ്ഞി കുടിക്കാനാണ് നല്ല സുഖമാണ് കേട്ടോ ചൂടത്ത്. അപ്പോൾ ഇതാ ചക്ക കൂട്ടാനുണ്ട്, പിന്നെന്താ ചെമ്മീൻ ചമ്മന്തി കൊണ്ട് ഉപ്പേരി ഉണ്ട്, പിന്നെ മുട്ട ഓംപ്ലേറ്റ് അടിച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ തിരുമ്പിയെ തോരട്ടിട്ടില്ല, തിരുമ്പിയെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവിടെ ഇട്ടാണ്. നല്ല വെയിലാണ് കേട്ടോ. സമയം 1:30 നമ്മൾ തിരിച്ചെത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും തന്നെ നല്ല വിശപ്പുണ്ട്. മോനുട്ടനൊന്നും തീരെ എന്താ പറയുക, വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞങ്ങൾ കുടിക്കാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ. അപ്പോൾ അതൊക്കെ കുടിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ട് അവിടെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഓക്കെ, സുധാ ചോറ് തന്നെയാണ് കേട്ടോ. ഓന് കഞ്ഞി വേണ്ട. അപ്പോൾ ഓനത് നോക്കണ തന്നെ അല്ല, ഓന് പാടത്ത് പോയി എന്നിട്ട് നല്ല വിശന്നാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് ഓനും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങളിനി കഴിക്കട്ടെ കേട്ടോ.